أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളിന്മേലാണ് പടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം കാര്യങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തരുന്നുണ്ട്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്നാമത്തത് ഷഹാദത്താണ്, 2 ഷഹാദത്തുകളാണ്. വ ഇഖാമി സ്വലാഹ്, അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. വ ഈതാഇ സകാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. വൽ ഹജ്ജി, അതുപോലെ തന്നെ കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. വസൗമി റമദാൻ, അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നതും അതിൽപ്പെട്ടതു തന്നെയാണ്. ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാം കാര്യങ്ങളെന്ന് നമുക്കറിയാം. അപ്പോ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നിർബന്ധമാകുന്ന കർമ്മമാണ് ഹജ്ജ്, നിർബന്ധമാകുന്ന കർമ്മമാണ് നോമ്പ് എന്നത്. നമ്മൾ അതിന്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സ്വീകരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരാണ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ വിശ്വാസികളെ, ഈമാനുള്ളവരെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ആളുകൾക്കും മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾക്കും ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ലഅല്ലകും തത്തഖൂൻ, അത് നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്കതിനുള്ള ഒരു പരിശീലന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അടുക്കും ചിട്ടയുമുള്ളതാക്കുവാൻ, നിങ്ങൾക്ക് കൂടുതൽ സൂക്ഷ്മത ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, കൈവരിക്കുവാൻ അതിനെല്ലാം സാധിക്കുന്ന ഒരു രംഗമാണ്. അതിനുവേണ്ടിയാണ് മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾക്കൊക്കെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. ഓരോ സമുദായങ്ങൾക്കും അവരുടേതായ ശരീഅത്തും അവരുടേതായ മതവിധികളും നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ, നിങ്ങളിൽ നിന്നുള്ള മുൻകഴിഞ്ഞു പോയ ഓരോ സമുദായങ്ങൾക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വരെയുള്ള എല്ലാ സമുദായങ്ങൾക്കും ജഅൽനാ മിൻകും ശിർഅ, നാം അവർക്കൊക്കെ ശരീഅത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. വ മിൻഹാജൻ, അതുപോലെ തന്നെ ഒരു കർമ്മ രീതികളും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്. ഫി തൗറാത്തി ശരീഅ, തൗറാത്തിൽ ഒരു ശരീഅത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഫിൽ ഇൻജീലി ശരീഅ, ഇൻജീലിലും ഒരു ശരീഅത്ത് പഠിപ്പിക്കുന്നുണ്ട്. വഫിൽ ഫുർഖാനി ശരീഅ, സത്യാസത്യ വിവേചന ഗ്രന്ഥമെന്ന്
ഖുർആൻ തന്നെ, ഖുർആനിന്റെ മറ്റൊരു പേര് അൽ ഫുർഖാൻ, ആ ഖുർആനിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യുഹില്ലുല്ലാഹു ഫീഹി മാ യശാ, അല്ലാഹു അതിലൂടെ അവൻ ഉദ്ദേശിക്കുന്നതിനെ അനുവദിക്കുന്നു. വയുഹർരിമു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നതിനെ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരീഅത്ത്, ഈ മൻഹജ് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? ലിയഅലമ മൻ യുതിഉഹു മിമ്മൻ യഅസി, അവനെ ആര് ധിക്കരിക്കുന്നുവെന്ന്, അവനെ ആര് അനുസരിക്കുന്നുവെന്ന്, അവന്റെ കൽപ്പനകളെ ആര് അനുധാവനം ചെയ്യുന്നുവെന്ന്, അതിനെ തിരസ്കരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിനെ അറിയുന്നതിന് വേണ്ടി അല്ലാഹു ശരീഅത്തിനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ സമുദായങ്ങൾക്കും ഓരോ ശരീഅത്ത് ഉണ്ട്. നോമ്പിന്റെ വിഷയം തന്നെ എടുക്കാം. നമ്മളുടെ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ അതേ രൂപത്തിലുള്ള നോമ്പാണോ അവർക്കും നിർബന്ധമാക്കപ്പെട്ടത്? വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. മറിയം റളിയല്ലാഹു അൻഹയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ. ഒരു കുഞ്ഞുണ്ടായപ്പോ, ഒരു പുരുഷന്റെ സ്പർശമില്ലാതെ ഒരു കുഞ്ഞുണ്ടായപ്പോ, ആളുകൾ പലതും പറഞ്ഞു നടന്നപ്പോ, വ്യഭിചാരിണിയാണ് എന്ന് ആക്ഷേപിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഖൂലി, അല്ലയോ മറിയമേ നീ പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാനിതാ അള്ളാഹുവിന്, പരമകാരുണികനായ അള്ളാഹുവിന് ഒരു നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഇന്നേ ദിവസം ഒരു മനുഷ്യനോടും ഞാൻ സംസാരിക്കൂല. എന്താ പറഞ്ഞത്? ഞാനിതാ നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു, ഇന്ന് ഒരു മനുഷ്യനോടും ഞാൻ സംസാരിക്കൂല. സംസാരിക്കാത്ത വ്രതം, അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം വിലക്കിയതോടൊപ്പം തന്നെ സംസാരവും വിലക്കപ്പെട്ട സമുദായങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻപ് ഉള്ള തലമുറകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അല്ലാഹു നിർബന്ധമാക്കിയ നോമ്പ് ഭക്ഷണവും വെള്ളവും ലൈംഗിക താല്പര്യങ്ങളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു വ്രതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരു കുറവുമില്ലാതെ സ്വീകരിക്കുക എന്നത്, അനുഷ്ഠിക്കുക എന്നത് നമ്മളുടെ ബാധ്യതയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾക്ക് ഹജ്ജ്, അതുപോലെ തന്നെ നമസ്കാരം, സക്കാത്ത്, അതൊക്കെ അവരുടെ കർമ്മങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഹജ്ജിന് വിളംബരം ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈസാ അലൈഹിസ്സലാം പറയുന്നുണ്ട്, വഔസ്വാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്നോട് നമസ്കരിക്കുവാൻ, അതുപോലെ തന്നെ സക്കാത്ത് നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഖുർആനിൽ വളരെ വ്യക്തമായും നമുക്ക് കാണുവാൻ കഴിയും. അപ്പോ ഓരോ സമുദായങ്ങൾക്കും വ്യത്യസ്തമായ ശരീഅത്തുകളുണ്ട്. നമ്മളുടെ ഉത്തരവാദിത്തം നമ്മളോട് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി വിശുദ്ധ ഖുർആനിലൂടെ എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അത് അതുപോലെ സ്വീകരിക്കുക എന്നതാണ് നമ്മളുടെ ഉത്തരവാദിത്വം എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോമ്പിനെ പറ്റി പറയുന്ന സമയത്ത്, പ്രവർത്തനങ്ങളെ പറ്റി പറയുന്ന സമയത്ത്, കർമ്മങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഒരു മനുഷ്യൻ ഒരു നന്മ ഉദ്ദേശിച്ചു, ഒരു നന്മ ചെയ്യണം, ഒരു നല്ല കാര്യം ചെയ്യണം എന്നയാൾ ഉദ്ദേശിച്ചു. എന്നിട്ടോ ഫലം യഅമൽഹാ, എന്നിട്ട് അയാൾ അത് ചെയ്തില്ല. എന്നാലോ കതബല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അയാൾ ഒരു നന്മ ആഗ്രഹിച്ചല്ലോ, അയാൾ ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ലോ, എന്നിട്ട് അയാൾ അത് ചെയ്തിട്ടുമില്ലെങ്കിൽ അള്ളാഹു അതിനെ ഒരു പൂർണ്ണമായ ഒരു നന്മയായി അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തും. നന്മക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനമാണ്. ഒരു നന്മ കർമ്മം ചെയ്യണം എന്നയാൾ നിയ്യത്ത് ചെയ്തതേ ഉള്ളൂ, അയാൾ അത് ചെയ്തില്ല എങ്കിലും അയാൾക്ക് പുണ്യമുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇനി അയാൾ അത് ചെയ്താൽ കതബല്ലാഹു ലഹു ഇൻദഹു അശറ ഹസനാത്തിൻ, ആ ഒരു പ്രവർത്തിക്ക് അള്ളാഹു 10 കൂലി അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തും. പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ തന്നെ ആഗ്രഹിച്ചാൽ ഒരു കൂലി, ചെയ്താലോ ഒന്നിന് 10 കൂലി. എന്നിട്ട് അവിടെ നിർത്തിയില്ല, ഇലാ സബ്ഇ മിഅതി ളഅഫിൻ, അത് 10ൽ നിന്ന് 700 ഇരട്ടി വരെ അവന്റെ നിയ്യത്ത്, അവന്റെ ആത്മാർത്ഥതയെ പരിഗണിച്ചുകൊണ്ട് 700 ഇരട്ടി വരെ അള്ളാഹു ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഖുർആനും പറയുന്നുണ്ട്, മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹാ,
സൂറത്തുൽ അംബിയാഇന്റെ 160-ാമത്തെ വചനം. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അവന് 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നു. ഒരു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നല്ല കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ സാമ്പത്തികമായ എന്തെങ്കിലും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചിലവഴിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ഖുർആൻ മനോഹരമായ ഒരു ഉപമ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകളുടെ ഉപമ എന്ന് പറയുന്നത് ഒരു വിത്തിനെ പോലെയാണ്. ഒരു നെൽമണി, അതല്ലെങ്കിൽ ഒരു ഗോതമ്പിന്റെ ഒരു ഹബ്ബത്ത്, ഒരു വിത്ത്, അത് നിലത്ത് വീഴുന്നു. അത് നിലത്ത് വീണിട്ട് അത് മുളച്ചു വലുതാകുന്നു. അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാകുന്നു. ആ 7 കതിരുകളിലും ഓരോ കതിരിലും 100 വീതം നെൽവിത്തുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിത്ത് ഉണ്ടാകുന്നു. ആ ഒരൊറ്റ നെൽവിത്താണ് നിലത്ത് വീണതെങ്കിൽ അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടായി. ആ ഓരോ കതിരിലും 100 വീതം വിത്തുകൾ ഉണ്ടായാൽ അത് 700 ഇരട്ടിയായി മാറിയല്ലോ. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ അതിന് 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും നമുക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെയാണ് നോമ്പിനെ കുറിച്ചുള്ള ഈ ഹദീസ് നമ്മളുടെ മനസ്സുകളിലേക്ക് വരേണ്ടത്. കുല്ലു അമലി ഇബ്നി ആദമ ലഹ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന അവന്റെ ഓരോ കർമ്മങ്ങളും അത് അവനുള്ളതാണ്. ഫൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, അവന് ഒരു കർമ്മം ചെയ്താൽ അവൻ അതിന് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കും. ഇലാ 700 ദൈഫിൻ, 10ൽ നിന്ന് അത് 700 ഇരട്ടി പ്രതിഫലം വരെ അവന് ലഭിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇല്ല സിയാം. നമ്മൾ ഇതുവരെ പറഞ്ഞത് കർമ്മങ്ങളെ കുറിച്ചാണ്, കർമ്മത്തിന്റെ പ്രതിഫലത്തെ കുറിച്ചാണ്. അതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇല്ല സിയാം, നോമ്പൊഴികെ. ഹുവ ലീ, അള്ളാഹു പറയുന്നതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അത് എനിക്കുള്ളതാണ്. ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഹുവ ലീ, അത് എനിക്കുള്ളതാണ്. വ അന അജ്സീ ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. എല്ലാ കർമ്മങ്ങളും നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലത്തിനു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അള്ളാഹു തന്നെയാണ് അതിന് പ്രതിഫലം നൽകുന്നതും. എന്നാൽ നോമ്പിനെ പറ്റി പറയുമ്പോ അള്ളാഹു പ്രത്യേകമായി പറയാണ് ഹുവ ലീ വ അന അജ്സീ ബിഹി, അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അതിനെത്ര ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നതിന്റെ തോതോ അളവോ അള്ളാഹു പറഞ്ഞതേയില്ല. കർമ്മങ്ങളെ പറ്റി പറയുമ്പോ 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും വിശുദ്ധ ഖുർആനിലൂടെയും നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. എന്നിട്ടാണ് നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നത് ഹുവ ലീ വ അന അജ്സീ ബിഹി, അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. യത്റുകു അത്അമ ലിശഹ്വതിഹി മിൻ അജലി, ഭക്ഷണത്തോട് താല്പര്യമുണ്ടായിട്ടും അവൻ ഭക്ഷണത്തെ ഉപേക്ഷിച്ചത് എനിക്ക് വേണ്ടിയാണ്, അതെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. വയത്റുകു ശറാബ ലിശഹ്വതിഹി മിൻ അജലി, അവന് വെള്ളം കുടിക്കുവാൻ ദാഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് വേണ്ടിയാണ്. അവന് വെള്ളത്തോട് താല്പര്യമുള്ളപ്പോഴും അതിനെ അവൻ ഉപേക്ഷിച്ചത് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിലൂടെ ആവർത്തിച്ച് പറയുന്നതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു നോമ്പിനെ അതെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറയുവാനുള്ള കാരണം പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. നോമ്പിന് ചില സവിശേഷതകളുണ്ട്. ലാ യത്ലഉ അലൈഹി അഹദുൻ ഗൈറുല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റാർക്കും അത് അവന്റെ നോമ്പ് ക്ലിയർ ആണോ എന്നത് മനസ്സിലാക്കാൻ കഴിയൂല. നമ്മൾ നിസ്കരിക്കാത്ത ആൾക്കാർ നമുക്ക് മനസ്സിലാവും, അവർ പള്ളിക്ക് വരൂല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ജോലിയിൽ ഇതിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ളുഹ്ർ അസ്റൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. അവർക്ക് നിസ്കരിക്കാനോ പള്ളി പോകാനോ എന്നുള്ള ശ്രദ്ധയുണ്ടാവില്ല. അത് നമുക്ക് മനസ്സിലാകും. മറ്റു കർമ്മങ്ങൾ നമ്മൾ കാണും. നോമ്പ് അങ്ങനെയല്ല. നോമ്പ് ഒരാൾ സ്വകാര്യമായി നിൽക്കുന്ന സമയത്ത് അവന് ഭക്ഷണം കഴിക്കാം, അവന് വെള്ളം കുടിക്കാം. പക്ഷെ അതിനൊക്കെ അവസരമുണ്ടായിട്ടും അള്ളാഹുവിന് വേണ്ടി അവന്റെ ഇച്ഛകളെ മാറ്റിവെക്കുന്നു, അവൻ അതിനെ മാറ്റി നിർത്തുന്നു. അത് അള്ളാഹുവിനും അവനും മാത്രമാണ് അറിയുക, മനുഷ്യന്മാർക്ക് അത് അറിയുവാൻ സാധിക്കുകയില്ല എന്നത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടുകൂടിയാണ് അതെനിക്കുള്ളതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറയുന്നതായി നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇനി പൂർവകാല സമുദായങ്ങളുടെ മുഴുവൻ ചരിത്രം നമ്മൾ പരിശോധിച്ചാലും അവരൊന്നും അവരുടെ ആരാധ്യന്മാർക്ക് വേണ്ടി അന്നപാനി
ലോകമാലിന്യങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ച രീതി നമുക്ക് കാണാൻ കഴിയൂല. പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുവിന് വേണ്ടി മനുഷ്യർ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നത് പോലെ ഒരു വിഗ്രഹങ്ങൾക്ക് മുന്നിലും ഒരാരാധ്യന്മാർക്ക് മുന്നിലും അവരിങ്ങനെ ഉപേക്ഷ വരുത്തിയതായിട്ട് കാണാൻ കഴിയൂല. അതും അള്ളാഹുവിനുള്ള ഈ ഒരു റമദാൻ മാസത്തിലെ നോമ്പ്, മനുഷ്യർ പ്രവർത്തിക്കുന്ന നോമ്പ്, അതിനൊരു സവിശേഷതയുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോമ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അത് നമ്മൾ കൂടുതൽ പരിശ്രമിക്കലല്ല, നമ്മൾ ഭക്ഷണത്തെയും മറ്റു കാര്യങ്ങളെയും ഉപേക്ഷിക്കലാണ്. നമസ്കാരം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. എന്നാൽ നോമ്പ് നമ്മൾ പലതിനെയും ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ കർമ്മമാണ് എന്നെല്ലാം പണ്ഡിതന്മാർ നോമ്പിനെ പറ്റി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമായി നോമ്പനുഷ്ഠിക്കുക, മറ്റുള്ള താല്പര്യങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുക, റമദാനിനെ പൂർണ്ണമായ താല്പര്യത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വതമ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റമദാനിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത്, റമദാനിൻ്റെ തൊട്ട് മുന്നിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ റീലുകളിലൂടെയും മറ്റുമൊക്കെ ചില കാഴ്ചകൾ കാണാറുണ്ട്. ഈ റമദാൻ മാസത്തിൽ എങ്ങനെ ഒരു 10 കിലോ തടി കുറക്കാം, റമദാൻ മാസത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ 10 കിലോ തടി കുറച്ചത് എന്ന രീതിയിലൊക്കെ പറയുന്ന രീതിയിൽ, പിന്നെ ഡയറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമുക്കും തോന്നുകയാണ് റമദാൻ വന്നിട്ട് ഒരു 10 കിലോ തടി കുറക്കണം എന്ന് വിചാരിച്ചാൽ ശരിക്ക് നമ്മളുടെ കർമ്മം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? റമദാനിനെ പറ്റി പറയുമ്പോൾ, റമദാനിലെ കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ എല്ലാം ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട്. ഒരു ഹദീസല്ല, 3 ഹദീസുകൾ. മൻ സ്വാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. من قام رمضان ايمانا واحتسابا غفر له ما تقدم من ذنبه. من قام ليلة القدر ايمانا واحتسابا غفر له ما تقدم من ذنبه. ആരെങ്കിലും റമദാനിൽ ഈമാനോടും ഇഹ്തിസാബോടും കൂടി നോമ്പനുഷ്ഠിച്ചാൽ, ആരെങ്കിലും റമദാൻ മാസത്തിൽ ഈമാനോടും ഇഹ്തിസാബോടും കൂടി തറാവീഹ് നമസ്കരിച്ചാൽ, ആരെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ രാവിൽ പിന്നെ ഈമാനോടും ഇഹ്തിസാബോടും കൂടി നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അത് കാരണം പൊറുക്കപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഇവിടെ പറഞ്ഞ ഡിമാൻഡ് ഈമാനൻ വഹ്തിസാബൻ, അത് ഈമാനോട് കൂടിയായിരിക്കണം, ഇഹ്തിസാബോട് കൂടിയായിരിക്കണം. ഇഹ്തിസാബ്, ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. നമ്മളുടെ നീയത്ത് സ്വർഗം മാത്രമായിരിക്കണം. റമദാനിലെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗം മാത്രമായിരിക്കണം. നമ്മൾ സ്വയം വിചാരണക്ക് സന്നദ്ധമാകേണ്ടതുണ്ട്. ഞാൻ എൻ്റെ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റമദാനിലേക്ക് ഞാൻ കടക്കുമ്പോ എന്തൊരു ഉദ്ദേശമാണ് എൻ്റെ മനസ്സിലുള്ളത്? ഓരോരുത്തരും ഒന്ന് ആലോചിക്കണം. പൂർണ്ണമായും പടച്ചവന് വേണ്ടിയാണോ, സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടാണോ ഞാൻ റമദാനിലേക്ക് പ്രവേശിക്കുന്നത് എന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതാണ് വീണ്ടും വീണ്ടും നമ്മൾ അടിവരയിടേണ്ടത്. ഹുവലി വഅന അജ്സീ ബിഹി, അതെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി നമ്മൾ സമർപ്പിക്കണം. നമ്മളുടെ ശാരീരികമായ മറ്റു കാര്യങ്ങളോ മറ്റു നിയ്യത്തുകളിലേക്കോ അത് മാറിപ്പോയാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല എന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. പലപ്പോഴും ഈ കുട്ടികളൊക്കെ തറാവീഹ് നമസ്കരിക്കുന്നതും മറ്റു സമയത്തൊക്കെ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, താല്പര്യമില്ലാതെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇമാം റുക്കൂയിലേക്ക് പോകുന്ന സമയത്തൊക്കെ വന്നിട്ട് റുക്കൂ ചെയ്ത് ആർക്കോ വേണ്ടിയൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ഇഹ്തിസാബോട് കൂടിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ. അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ
പടച്ചോന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം, സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നോമ്പിന്റെ സമയത്ത്, റമദാനിന്റെ സമയത്ത് ഉപേക്ഷിക്കണമെന്ന് ഗൗരവത്തോടു കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ സമയത്തും ഉപേക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്, പക്ഷെ റമദാനിൽ പ്രത്യേകമായി ഉപേക്ഷിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഖൗലു സൂർ വൽ അമൽ എന്നുള്ളതാണ്. മോശപ്പെട്ട വാക്ക്, മോശപ്പെട്ട പ്രവൃത്തി, നമ്മളുടെ നാവിൽ നിന്ന് തെറിവാക്കുകളോ മോശപ്പെട്ട ആക്ഷേപസ്വരങ്ങളോ ഉയർന്നാൽ അത് നമ്മളുടെ നോമ്പ് പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന്, അവന് പട്ടിണി കിടക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. കർമ്മവും അതുപോലെ തന്നെ മോശപ്പെട്ട കർമ്മവും മോശപ്പെട്ട സംസാരവും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മളുടെ സംസാരം നല്ലതാകണം, നമ്മളുടെ പ്രവൃത്തി നല്ലതാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്ന രീതിയിൽ, കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم دمر اعداءنا واعداءك واعداء الدين. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وائمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.